Hi students, good morning. Welcome to A Dream Classroom. Today we are discussing about swimming lesson by Rohinton Mystery. ഈ ബുക്കിലെ സബ്ജക്റ്റ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ബ്ലോക്ക് 4ത്തിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അല്ലേ. യൂണിറ്റ് 4 സ്വിമ്മിംഗ് ലെസൺ ബൈ രോഹിൻടൺ മിസ്ട്രി. രോഹിൻടൺ മിസ്ട്രിയുടെ സ്വിമ്മിംഗ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. Rohinton Mystery. He was born in 1952. 1952 Rohinton Mystery ജനിച്ചിട്ടുള്ളത്. He is a Indian born Canadian writer. എന്താണ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു കനേഡിയൻ റൈറ്ററാണ് Rohinton Mystery. won ഹാർട്ട് ഹൗസ് ലിറ്റററി പ്രൈസിൽ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് ഹൗസ് ലിറ്റററി പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1985 കനേഡിയൻ ഫിക്ഷൻ എന്നുള്ള ഇതിൽ കോൺട്രിബ്യൂട്ടേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് ടെയിൽസ് ഫ്രം ഫിറോസേഷ ബാഗ്. എന്താണ് ടെയിൽസ് ഫ്രം ഫിറോസേഷ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ ആണ്. അതിനെന്താണ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഗവർണർ ജനറൽസ് അവാർഡ് 1988. 1988 ഗവർണർ ജനറലിന്റെ അവാർഡുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക്, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് സച്ച് എ ലോങ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള രോഹിൻടൺ മിസ്ട്രിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് സച്ച് എ ലോങ് ജേർണി കേട്ടോ. ഇറ്റ് ഈസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ബുക്കർ പ്രൈസ്. എന്താണ് ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ട് ഈ ഒരു സച്ച് എ ലോങ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബുക്കർ പ്രൈസിന്. പിന്നെ എന്താണ് അതിന് വോൺ ദ ഗവർണർ ജനറൽസ് അവാർഡ്, ഗവർണർ ജനറലിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബുക്കിന്. അതേപോലെ തന്നെ എന്താണ് വോൺ ദ കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ്. എന്താണ് കോമൺവെൽത്ത് റൈറ്റേഴ്സ് ഫോർ പ്രൈസിൽ ഫോർ ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ, ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയറിന് അതായത് ആ ഇയറിലെ ഏറ്റവും ബെസ്റ്റ് ബുക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ് സച്ച് എ ലോങ് ജേർണി. അതിലെന്താണ് വോൺ ദ കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ്, കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസിൽ ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ എന്നുള്ള ഒരു അവാർഡ് സച്ച് എ ലോങ് ജേർണിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്മിത്ത് ബുക്സ് ഇൻ കാനഡ ഫസ്റ്റ് നോവൽ അവാർഡ്, സ്മിത്ത് ബുക്കിന് കാനഡയിലെ ഫസ്റ്റ് നോവലിന് ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് സച്ച് എ ലോങ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള രോഹിൻടൺ മിസ്ട്രിയുടെ സ്റ്റോറിക്ക് എന്താണ് അത് മെയ്ഡ് ഇൻ ടു എ ഫിലിം, അതൊരു ഫിലിമിലേക്ക് ആക്കിയിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ് സച്ച് എ ലോങ് ജേർണി എന്ന് പറഞ്ഞത് കേട്ടോ. ഫിറോസേഷ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് എന്താണ് ഇറ്റ് ഡീൽ ദ പേഴ്സി ലൈഫ്, പേഴ്സി ജീവിതത്തെ പറ്റിയാണ് ആ ഒരു ബുക്കിൽ ഡീൽ ചെയ്യുന്നത്. ഇത്രയാണ് ആ ഒരു ലൈഫ് ആൻഡ് വർക്ക് എന്നുള്ള ഒരു ഇതിൽ രോഹിൻടൺ മിസ്ട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മെയിൻ ടെക്സ്റ്റിനെ പറ്റിയാണ്. സ്വിമ്മിംഗ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രോഹിൻടൺ മിസ്ട്രിയുടെ ഷോർട്ട് സ്റ്റോറിയാണ് സ്വിമ്മിംഗ് ലെസൺ. ഇറ്റ് ഈസ് അബൌട്ട് എ ലൈഫ് ഓഫ് ന്യൂ ഇമിഗ്രന്റ്. എന്താണ് സ്വിമ്മിംഗ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറി എന്താണ് അതൊരു ഇമിഗ്രന്റിനെ പറ്റിയുള്ള ഒരു പുതിയൊരു ഇമിഗ്രന്റ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ നമ്മളെ ഫെമിലർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്ന ആ ഒരാളെയാണ് ഇമിഗ്രന്റ് എന്ന് പറയുക. അപ്പൊ ആ ഒരു പുതിയൊരു ഇമിഗ്രന്റിന്റെ ജീവിതത്തെ പറ്റിയാണ് ഈ ഒരു സ്വിമ്മിംഗ് ലെസണിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. നരേറ്റർ എന്ന് പറഞ്ഞത് ആരാണ് കേഴ്സി ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ, പ്രൊട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ നരേറ്റർ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാണ് കേഴ്സി ബോയ്സ്. ഹി ഡിസ്ക്രൈബ്സ് ഹിസ് ലൈഫ് ഇൻ കനഡ അല്ലെ, കാനഡയിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി കേഴ്സി ബോയ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നവരാണ് ഈ ഒരു സ്വിമ്മിംഗ് ലെസൺ എന്ന് പറഞ്ഞത്. സോറി കേട്ടോ. കണക്ട് ഹിസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ലൈഫ് ഇൻ ബോംബെ. അതെന്താണ് ആ ബോംബെയിലും ഉള്ള അതേപോലെ കാനഡയിലും ഉള്ള അദ്ദേഹത്തിന്റെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ലൈഫിനെ എന്താണ് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി കൂടിയാണ് ഈ ഒരു സ്വിമ്മിംഗ് ലെസൺ എന്ന് പറഞ്ഞത്. ഇതിൽ സ്റ്റാർട്ടിങ് എന്താണ് എൻകൗണ്ടർ വിത്ത് ഓൾഡ് ഇൻവാലിഡ് മാൻ, ഒരു വയസ്സായിട്ടുള്ള ഒരു ഇൻവാലിഡ് മാനിന്റെ ഒരു തുടക്കത്തിലാണ് ഈ ഒരു ഈ സ്റ്റോറി തുടങ്ങുന്നത് അല്ലെ. റിമൈൻഡ് ആ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനെ എന്താണ് അദ്ദേഹത്തിന്റെ, അതായത് കേഴ്സിയുടെ സ്വന്തം ഗ്രാൻഡ് ഫാദറിനെയാണ് അവനെ എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്, ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ഓൾഡ് ഇൻവാലിഡ് മാൻ കേട്ടോ. പണ്ടത്തെ പീപ്പിൾ അല്ലെങ്കിൽ ആ വയസ്സായിട്ടുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഓൾഡ് പീപ്പിൾ ആർ ഇമ്മൊബൈൽ അല്ലെ, അവരെന്താണ് ഇമ്മൊബൈലാണ് അല്ലേ.
അതെന്താണ്, അവർക്ക് അവരുടെ ആ ഒരു ബോത്ത് ഓൾഡ് പീപ്പിൾ ആർ ഇമ്മൊബൈൽ ആൻഡ് ബോത്ത് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പാസ് ദ ടൈം. എന്താ, നമുക്ക് ഫോണുകൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ഫോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സമയം പോകുന്ന വഴി അറിയില്ലല്ലേ. അപ്പം എന്താണ്, ആ ഒരു പണ്ടുള്ള ആ ഓൾഡ് ജനറേഷൻ എന്താണ്, ഫോണില്ലാത്തത് കൊണ്ട് അവർക്ക് സമയം അങ്ങനെ പോകാന്ന് പറഞ്ഞത്, സമയം പാസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നറേറ്റർ ഗോസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ടൈം ആൻഡ് സ്പേസ്. നറേറ്ററും കേഴ്സി എങ്ങനെയാണ് ആ ഒരു ഗോസ് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് പാസ്റ്റിലേക്കും പ്രസന്റിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിലും ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ. അതായത് അദ്ദേഹത്തിൻ്റെ മെമ്മറീസും അങ്ങനെ പ്രസന്റ് ആയിട്ടുള്ള കാര്യം അതാണ് ഉദ്ദേശിക്കുന്നത്, ഗോസ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്നുള്ളത് കൊണ്ട് കേട്ടോ. നറേറ്റർ ഡ്വെൽസ് ഓൺ ദ സിക്ക് മാൻ ഇൻ ടൊറോണ്ടോ ആൻഡ് ഹിസ് ഗ്രാൻഡ് പാ ഇൻ ബോംബെ. എന്താണ്, നറേറ്റർ ഇപ്പോൾ എന്താണ് ടൊറോണ്ടോയിൽ ആ സിക്ക് മാൻ, അതായത് ഓൾഡ് ഇൻവാലിഡ് ആയിട്ടുള്ള ആ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ. ബോംബെയിലായിരിക്കുമ്പോൾ എന്താണ്, അദ്ദേഹം അവൻ്റെ ആ ഒരു കേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അവന് ഗ്രാൻഡ് പാരയുടെ, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പമാണ് ജീവിച്ചിരുന്നത് അല്ലേ. സ്റ്റോറി ഇൻ ടൊറോണ്ടോ എന്ന് പറഞ്ഞത് എന്താണ്, ഇന്റർസെക്റ്റഡ് ബൈ ഹിസ് പാരൻസ് റിയാക്ഷൻ. എന്താണ്, സ്റ്റോറി ഇൻ ടൊറോണ്ടോ ഇന്റർസെക്റ്റഡ് ബൈ ഹിസ് പാരൻസ് റിയാക്ഷൻ മീൻ ബോംബെ ടു ഹിസ് ലെറ്റേഴ്സ് അല്ലേ. അവൻ്റെ ലെറ്റേഴ്സിലൂടെയാണ് ആ ഒരു ഇന്റർസെക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. കേഴ്സി എന്ന് പറഞ്ഞത് എന്താണ്, ഈസ് എലോൺ ഇൻ ടൊറോണ്ടോ. എന്താണ്, ടൊറോണ്ടോ എന്നത് കാനഡയിൽ അദ്ദേഹം എന്താണ്, കേഴ്സി ഒറ്റയ്ക്കാണ് അല്ലേ താമസിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് സം വൺ ലേണിംഗ് ടു സ്വിം. എന്താണ്, ഈ സ്റ്റോറി എന്ന് പറഞ്ഞത് എന്താണ്, ഒരാള് സ്വിമ്മിങ് പഠിക്കുന്നതിനെ പറ്റിയാണ്, അതായത് കേഴ്സി സ്വിമ്മിങ് പഠിക്കാൻ പോയതിനെ പറ്റിയിട്ടുള്ള അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ നോഹിൻഡൻ മിസ്റ്ററി ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ മെറ്റഫോർ ഓഫ് ഫേസിങ് ലൈഫ് ചാലഞ്ച്. ജീവിതത്തിന്റെ ചാലഞ്ചുകളെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു മെറ്റഫർ ആയിട്ടാണ് ഈ ഒരു ലെസൺ, സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി. ഹി ഈസ് സ്കെയർഡ് ഓഫ് വാട്ടർ ആൻഡ് സ്ട്രഗിൾസ് വിത്ത് ഫിയർ ബട്ട് വിത്ത് പേഷ്യൻസ്, എൻകറേജ്മെന്റ് ആൻഡ് പെർസിസ്റ്റൻസ് ഗ്രാജുവലി ഗെയിൻ കോൺഫിഡൻസ്. എന്താണ്, ആദ്യം ആ ഒരു ബോംബെയിൽ നിന്ന് എല്ലാവരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കുട്ടി പെട്ടെന്ന് കാനഡയിൽ എത്തിയപ്പോൾ എന്താണ്, അവനക്ക് വാട്ടറിനെ പേടി, വെള്ളത്തോട് കൂടി പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. അവനെന്താണ്, അവൻ്റെ ആ നാട്ടിലെ നദിയിൽ നീന്തി കളിച്ചിരുന്ന കുട്ടിയാണ്. പക്ഷെ എന്താണ്, അവന് അവിടെ എത്തിയപ്പോൾ എന്താണ്, സ്കെയർഡ് ഓഫ് വാട്ടറിനെ വെള്ളത്തെ പേടിയായി. പിന്നെന്താണ്, സ്ട്രഗിൾസ് വിത്ത് ഫിയർ, ആ ഒരു പേടി കാരണം അവൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് വിത്ത് പേഷ്യൻസ്, എൻകറേജ്മെന്റ് ആൻഡ് പെർസിസ്റ്റൻസ്. എന്താണ്, പക്ഷെ എന്താണ്, ആ ഒരു പേഷ്യൻസിലും അതേപോലെ ആ എൻകറേജ്മെന്റിലും പെർസിസ്റ്റൻസിലും എന്താണ്, കേഴ്സി എന്താണ്, ഗ്രാജുവലി ഗെയിൻ കോൺഫിഡൻസ്, മെല്ലെ മെല്ലെ അവൻ എന്താണ്, കോൺഫിഡൻസ് നേടിയെടുത്തു അല്ലേ. ആദ്യം വെള്ളത്തിനെയൊക്കെ പേടിയുന്നു, ആ പേടി മൂലം അവൻ എന്താണ്, കുറേ അധികം സ്ട്രഗിൾ ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ എന്താണ്, ഗ്രാജുവലി പേഷ്യൻസും എൻകറേജും പെർസിസ്റ്റൻസും ഒക്കെ കൂടി ആയപ്പോൾ അവൻ എന്താണ്, മെല്ലെ മെല്ലെ ആ ഒരു കോൺഫിഡൻസ് അവന് ഗെയിൻ ചെയ്തെടുത്തു അല്ലെ. സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞത് എന്താണ്, ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി. എന്താണ് സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞത്, എന്തിനാണ് കണക്കാക്കപ്പെടുന്നത്, ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറിന്റെ ഒരു ജേർണി ആയിട്ടാണ് സ്വിമ്മിങ് ലെസൺ എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി അല്ലേ, നമ്മൾ എന്താന്നുള്ളത് നമുക്ക് ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിച്ച് തരുന്നതിനെ പറ്റിയുള്ള ഒരു ജേർണിയാണ് എന്ത്, സ്വിമ്മിങ് ലെസൺ. ഷോയിങ് ഓവർകമ്മിങ് ഫിയേഴ്സ് ക്യാൻ ഹെൽപ്പ് അസ് ഗ്രോ സ്ട്രോങ്ങർ ബോത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്താണ്, ഷോയിങ് ഓവർകമ്മിങ് ഫിയേഴ്സ് ക്യാൻ ഹെൽപ്പ് അസ് ഗ്രോ സ്ട്രോങ്ങർ. എന്താണ്, ബോത്ത് ഇൻ ആൻഡ് ഔട്ടർ ഓഫ് ദ വാട്ടർ. വെള്ളത്തിന്റെ ഉള്ളിലായാലും വെള്ളത്തിന് പുറത്തായാലും എന്താണ്, നമുക്ക് നമ്മുടെ പേടിയെ മറികടക്കാനുള്ളത് എന്താണ്, സ്ട്രെങ്ത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എന്താണ്, സ്ട്രോങ്ങർ ആയിട്ട് വളരാൻ കഴിയും എന്നുള്ളത് ഷോ ചെയ്യുന്നതാണ് അല്ലേ. എന്താണ് സ്വിമ്മിങ് ലെസണിന് ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഷോയിങ് ഓവർകമ്മിങ് ഫിയേഴ്സ്. നമ്മൾ ആ ഒരു പേടിനെ ഓവർകം ചെയ്യണത് എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞത്, നമുക്ക് സ്വയം നമുക്ക് ഒന്നും കൂടി നല്ല ശക്തിയിൽ വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് പറഞ്ഞത്. ബോത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ വാട്ടർ, വെള്ളത്തിൻ്റെ ഉള്ളിലായാലും അതേപോലെ വെള്ളത്തിന് പുറത്തായാലും എന്താണ്, ആ ഒരു നമ്മുടെ ഫിയറിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അതാണ് ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞത് അല്ലേ. എൻഡിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ എൻഡിൽ എന്താണ്, നരേറ്റർ മൈറ്റ് നോട്ട് ബി എക്സ്പേർട്ട്
സ്വിമ്മർ. എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ അവസാനത്തിൽ അവൻ കുറേ കാര്യങ്ങൾ അവൻ ഈ ഒരു സ്വിമ്മിങ് ലെസണിൽ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ എന്നിരുന്നാലും എന്താണ് മെല്ലെ മെല്ലെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തെടുത്തു. പക്ഷെ എന്താണ് നറേറ്റർ മൈറ്റ് നോട്ട് ബി എക്സ്പേർട്ട് ഇൻ സ്വിമ്മിങ്ങിൽ അവന് എക്സ്പേർട്ട് ആയിട്ടില്ലെങ്കിലും എന്താണ് ബട്ട് ദേ ഹാവ് ലേൺഡ് ദ വാല്യൂ ഓഫ് കറേജ്, റെസിലിയൻസ് ആൻഡ് സപ്പോർട്ട്. എന്താണ് ആ ഒരു കറേജ്, ധൈര്യത്തിന്റെ ഒരു വാല്യൂ അവൻ ലേൺ ചെയ്തെടുത്തു. പിന്നെ എന്താണ് റെസിലൻസ്, സപ്പോർട്ട്, ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്താണ് അവന് ലേൺ ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് നിന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, തീമാണ് കേട്ടോ. ഈ സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിലെ തീമുകളാണ്. തീം എന്തൊക്കെയാണ്? പ്രോബ്ലം ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് മൈഗ്രൻ്റ്. ഒരു മൈഗ്രൻറ്റിൻ്റെ, അതായത് നമ്മളൊരു വേറൊരു സ്ഥലത്തേക്ക് വന്ന് താമസിക്കുന്ന ആളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റിയുള്ള അതിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് തീമായിട്ട് ഇതിൽ കാണിക്കില്ല. ഒരു ഇമിഗ്രൻ്റ് അല്ലെങ്കിൽ മൈഗ്രൻറ്റിനെ ആ ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, നമ്മളെ ഫെമിലിയർ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലേസിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ജോലിക്കോ പഠനത്തിനോ വേണ്ടി പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പലതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അറ്റ്മോസ്ഫിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒപ്പം താമസിക്കുന്നവരുടെ കൾച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പം താമസിക്കുന്ന ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലവും പിന്നെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയും പറ്റിയാണ് ഈ ഒരു സ്റ്റോറിയിലെ തീമായിട്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്താണ് രണ്ട് കൾച്ചേഴ്സ് ലീഡ് ചെയ്യുന്ന ആ ഒരു സെൻസ് ഓഫ് അലീനിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐസൊലേഷൻ, അതായത് ഒറ്റയ്ക്കുള്ള ഒരു അവസ്ഥ എന്നുള്ളതിനാണ് അലീനിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് കൾച്ചറും ലീഡ് ചെയ്യുന്നത്, പണ്ടത്തെ അവൻ താമസിച്ച ആ ഒരു കൾച്ചറും അതേപോലെ പുതിയ ഒരു കൾച്ചറും എന്താണ് അലീനിയേഷനിലേക്ക് ലീഡ് ചെയ്യാണ് അല്ലേ. Superficial existence of the immigrants live in Canada without knowing the Canadians. എന്താണ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇമിഗ്രൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ലിവിങ് ഇൻ കാനഡ വിത്തൗട്ട് നോയിങ് ദ കനേഡിയൻസ്. ശരിക്കും നമുക്ക് ഒരു കേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി കാനഡയിലേക്ക് പോവാണ് അല്ലേ. അപ്പം എന്താണ് ആ കനേഡിയൻസിനെ അറിയാതെ, നേരാവണ്ണം കനേഡിയൻസിനെ അറിയാതെ കാനഡയിൽ താമസിക്കാൻ പോകുന്ന ആ ഒരു ഇമിഗ്രൻറ്റിൻ്റെ എക്സിസ്റ്റൻസ്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിനെയും കൂടി നമുക്കിതിൽ കാണാൻ കഴിയുമല്ലേ. പിന്നെന്താണ് സ്വിമ്മിങ് ബിക്കം മെറ്റഫർ ഫോർ അക്സെപ്റ്റബിലിറ്റി. എന്താണ് സ്വിമ്മിങ് എന്ന് പറഞ്ഞത്? എന്താണ് ഒരു അക്സെപ്റ്റബിലിറ്റി, അതായത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അതിനുള്ള ഒരു മെറ്റഫർ ആയിട്ടാണ് സ്വിമ്മിങ്ങിനെ ഇവിടെ രോഹിൻടൺ മിസ്ട്രി കണക്കാക്കുന്നത്. എന്താണ് സ്വിമ്മിങ് ബിക്കം മെറ്റഫർ ഫോർ അക്സെപ്റ്റബിലിറ്റി. പിന്നെന്താണ് ഡിഫിക്കൽട്ടീസ് ഹി ഫേസ് ആസ് ആൻ ഇമിഗ്രൻ്റ്. ഒരു ഇമിഗ്രൻ്റ് എന്നുള്ള രീതിയിൽ അവൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരാളും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടീസിനെയൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. റേസിസം ആൻഡ് സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് ഇഗ്നറൻസ്, ഇതൊക്കെ എന്താണ് ഈ ഒരു സ്റ്റോറിയിലെ തീമാണ് കേട്ടോ. Swimming reflects the difficulties he faced as an immigrant. Once he learned to swim, it would symbolize his overcoming the problems of being an immigrant. എന്താണ് വൺസ് ഹി ലേൺസ് ടു സ്വിം, ഒരിക്കൽ അവന് നീന്താന് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് ഇറ്റ് വുഡ് സിംപലൈസ് ഹിസ് ഓവർകമ്മിങ് ദ പ്രോബ്ലംസ് ഓഫ് ബീയിങ് എൻ ഇമിഗ്രൻ്റ്. എന്താണ് ഒരു ഇമിഗ്രൻ്റ് എന്ന രീതിയിൽ ആ കുട്ടി അതിനെ ഓവർകം ചെയ്യുന്നത്, അതിനെ സിംപലൈസ് ചെയ്യണം എന്ത് ആ ഒരു സ്വിമ്മിങ് പഠിച്ചു. എപ്പോഴാണോ അവൻ ആ ഒരു സ്വിമ്മിങ് പഠിക്കുമ്പോൾ അപ്പം എന്താണ് അവൻ്റെ ആ ഒരു പ്രോബ്ലംസിനെ ഒരു ഇമിഗ്രൻ്റ് എന്ന രീതിയിൽ അവൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഓവർകം ചെയ്തു എന്നാണ്, അതാണ് സിംപലൈസ് ചെയ്യുന്നത് അല്ലേ. ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളതിനെ ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. പിന്നെന്താണ് ഹി വുഡ് ബിക്കം വൺ വിത്ത് ദ കനേഡിയൻ. എന്താണ് അതേപോലെ ആ ഒരു സ്വിമ്മിങ് ആണ് ആ സ്വിമ്മിങ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനെ
എല്ലാത്തിലേക്കും എത്തിക്കുന്നത്, ആ ഒരു ലേൺ ചെയ്യാണല്ലേ സ്വിമ്മിങ് പഠിക്കാൻ. അപ്പോൾ അതിലെന്താണ് ഒരു ഇമിഗ്രൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്തു എന്നുള്ളത് കാണിക്കുക, സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഹി വുഡ് ബിക്കം വിത്ത് ദ കനേഡിയൻസിൻ്റെ ഒപ്പമായി തീർന്നു എന്നുള്ള സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാര്യം സിംബലൈസ് ചെയ്യുന്നുണ്ട്. ദ നോട്ട് നെസസറിലി ദർ ഈക്വൽ, പക്ഷെ എന്താണ് അവരുടെ അത്രത്തോളം ഈക്വൽ അല്ലെങ്കിലും, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈക്വൽ അല്ലെങ്കിൽ കൂടി എന്താണ് ഹി ബിക്കംസ് വൺ വിത്ത് കനേഡിയൻസ് അല്ലേ. There are sexual overtone to many of the narrators theme which are handled very realistically as well as ironically അല്ലേ. സെക്ഷൽ ആയിട്ടുള്ള കുറേ ഓവർടോൺസിൽ കാണുന്നത്. അപ്പോൾ അതെന്താണ് റിയലിസ്റ്റിക്കും അതേപോലെ ഐറണിക്കലായിട്ടാണ് റോഹിൻടൺ മിസ്ട്രി ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് ബട്ട് നാച്ചുറൽ ഫോർ എ യങ് മാൻ ലിവിങ് അലോൺ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഉള്ള ഒരു ആൺകുട്ടിക്ക്, യങ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് അത് പറയുന്നത് അല്ലേ. ഹിസ് ഫിയേഴ്സ് ഓഫ് റിജക്ഷൻ ആർ നോട്ട് വിത്തൗട്ട് റീസൺ, എന്താണ് ഒരു റീസൺ, അവൻ്റെ ആ ഒരു പേടി എന്ന് പറഞ്ഞത് റിജക്ഷനില്ലാതെ പേടി, അതായത് റിജക്റ്റ് ചെയ്യാനുള്ള അവൻ്റെ പേടി എന്ന് പറയുന്നത് എന്താണത് നോട്ട് വിത്തൗട്ട് എ റീസൺ, ഒരു റീസൺ ഇല്ലാതെ അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ബ്രിങ്സ് ആസ് അനദർ എലമെന്റ് ഓഫ് ദിസ് പ്രോമിനൻറ്റ് സ്റ്റോറി റേസിസം ആൻഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലേ. റേസിസം ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് ഞാൻ നേരത്തെ, അപ്പോൾ അതെന്താണ് പറയുന്നത്, വെൻ കേഴ്സി ഈസ് ചേഞ്ചിങ് ഇൻ ദ ബാത്റൂം ബിഫോർ സ്വിമ്മിങ് ലെസണിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു സ്വിമ്മിങ് സ്യൂട്ട് ധരിക്കണം. അപ്പോൾ അതിന് വേണ്ടി അവന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് 3 young boys treat him as an inferior simply by looking into his skin color അല്ലേ. അപ്പോൾ ആ ഒരു സ്കിൻ കളറിൻ്റെ പേരിൽ മാത്രം ആ ഒരു 3 ആൺകുട്ടികൾ അവനെ ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത് റേസിസം സ്റ്റീരിയോ ടൈപ്പിങ്ങുമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് റേസിസം സ്റ്റീരിയോ ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്? വെൻ കേഴ്സി ഈസ് ചേഞ്ചിങ് ഇൻ ദ ബാത്റൂം ബിഫോർ സ്വിമ്മിങ് ലെസൺ 3 young boys ട്രീറ്റ് ഹിം ആസ് എ ഇൻഫീരിയർ, ഒരു ഇൻഫീരിയർ ആയിട്ട് അത് ആ ഒരു റേസ് കളറിൻ്റെ ആ ഒരു സ്കിൻ കളറിൻ്റെ പേരിൽ അവനെ ഇൻഫീരിയർ ആയിട്ട് കാണുന്നതിനെയാണ് എന്ത് റേസിസം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇഗ്നോറൻസ്, റേസിസം സജസ്റ്റീവ് ഓഫ് അനദർ ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇഗ്നോറൻസ്. ഓഫൺ ഇമിഗ്രൻസ് ആർ ജഡ്ജ്ഡ് ബൈ അൺഫെയർ ജനറൈസ്ഡ് ആൻഡ് ഹിയർ കേഴ്സി ഈസ് ജസ്റ്റ് അനദർ വിക്ടിം. കേഴ്സി എന്താണ് ഇതിനൊരു ഇഗ്നോറൻസിനുള്ള, മറ്റുള്ള കുട്ടികളൊക്കെ ഇവൻ്റെ ആ സ്കിൻ ടോണിലും അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ഇതിലും കഴിവിനെയൊക്കെ പറ്റി എന്താണ് അവനെ ഇഗ്നോറൻസ് ചെയ്യാണ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റോഹിൻടൺ മിസ്ട്രിയുടെ സ്വിമ്മിങ് ലെസണിലെ തീമായിട്ട് കൺസിഡർ. മെയിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, അക്സെപ്റ്റബിലിറ്റി ഓഫ് മൈഗ്രൻ്റ്, പിന്നെ സെൻസ് ഓഫ് അലീനിയേഷൻ, പിന്നെ എന്താണ് അക്സെപ്റ്റബിലിറ്റി, റേസിസം, സ്റ്റീരിയോ ടൈപ്പിംഗ് ആൻഡ് ഇഗ്നോറൻസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരു ഇമിഗ്രൻ്റ് ഫേസ് ചെയ്യണം. വേറൊരു സ്ഥലത്ത് വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു സ്വിമ്മിങ് ലെസണിൽ പറയുന്നത്. സ്വിമ്മിങ് എന്ന് പറയുന്നത് എന്താണ് കണക്കാക്കുന്നത്? ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി. നമുക്ക് ഇനി നോക്കാനുള്ളത് ക്യാരക്ടറൈസേഷനും നരേറ്റീവ് ടെക്നീക്കുമാണ് കേട്ടോ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും അതേപോലെ ഈ ഒരു ബുക്കും കംപ്ലീറ്റ് ചെയ്യാവാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറൈസേഷൻ ആണ് കേട്ടോ. ക്യാരക്ടറൈസേഷനിൽ എന്താണ് മെയിനായിട്ട് നമ്മളെ ഈ സ്റ്റോറിയിൽ, സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ മെയിനായിട്ടുള്ളത് 4 ക്യാരക്ടേഴ്സാണ് കേട്ടോ. ഒന്ന് നരേറ്റർ ആയിട്ടുള്ള കേഴ്സി, ഹീ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ്, മെയിൻ ക്യാരക്ടറാണ് നരേറ്റർ കേഴ്സി. സെക്കൻഡ് വരുന്നത് ഓൾഡ് ഇൻവാലിഡ് മാൻ, കേഴ്സിയുടെ അതേ ആ ഒരു ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആ ഒരു മനുഷ്യൻ. പിന്നെ അതേപോലെ വരുന്നത് കേഴ്സിയുടെ പാരൻസ്. ഇങ്ങനെ 4 അച്ഛനും അമ്മയും അങ്ങനെ പാരൻസ്, അങ്ങനെ 4 ക്യാരക്ടേഴ്സാണ് ഈ ഒരു സ്റ്റോറിയിൽ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ക്യാരക്ടേഴ്സ് കേട്ടോ. അതർ 3 ക്യാരക്ടേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദെയർ ക്യാരക്ടേഴ്സ് ആൻഡ് ഓൾസോ അബൌട്ട് കേഴ്സി. മറ്റുള്ള 3 ക്യാരക്ടേഴ്സ്, അതായത് ആ ഓൾഡ് ഇൻവാലിഡ് മാനിൽ നിന്നും അതേപോലെ കേഴ്സിയുടെ പാരൻസിൽ നിന്നുമാണ് നമുക്ക് എന്താണ് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ അവരുടെ സംസാരങ്ങൾ, അവരുടെ കോൺവെർസേഷനിലൂടെ എന്താണ് കേഴ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. കേഴ്സി ഫൈൻഡ് ഹിസ് വേ ഇൻ ദ മേസ് ഓഫ് ന്യൂ സൊസൈറ്റി, ന്യൂ കൾച്ചർ ആൻഡ് ന്യൂ വേൾഡ്. എന്താണ് കേഴ്സി ഫൈൻഡ് ഹിസ് ഓൺ വേ. കേഴ്സി എന്താണ് അവൻ്റെതായ ഒരു വഴി അവനെ കണ്ടുപിടിക്കാനില്ല. ഇൻ ദ മേസ് ഓഫ് ന്യൂ സൊസൈറ്റി, ആ ഒരു ന്യൂ സൊസൈറ്റി അല്ലെങ്കിൽ ന്യൂ കൾച്ചർ, ന്യൂ വേൾഡ്, ഇതിൽ നിന്നൊക്കെ എന്താണ് അവൻ്റെ ഒരു വഴി എൻഡിലേക്ക് എത്തുമ്പോൾ എന്താണ് അവൻ്റെ വഴി അവൻ സ്വയം കണ്ടുപിടിക്കുകയാണ് അല്ലേ. ഹിസ് ഫാദർ ഡസ് നോട്ട് ലുക്ക് ദ ലെറ്റേഴ്സ്. എന്താണ് കേഴ്സിയുടെ ഫാദർ ലെറ്റർ ഒന്നും കാര്യമായിട്ട്
നോക്കിയിരുന്നില്ല. അതെന്താണ്? ബിക്കോസ് ദ നറേറ്റർ റൈറ്റ് ബിക്കോസ് ദ ഡസ് നോട്ട് റിവീൽ എനിത്തിങ് അബൌട്ട് ദ കൈൻഡ് ഓഫ് ലൈഫ് ദ നറേറ്റർ ലീഡിങ് ഇൻ ദ ടൊറാൻഡോയിൽ എന്താണ് അവൻ റിയലായിട്ട് എങ്ങനെയാണ് അവൻ റിയലായിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അവൻ ഫേസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് ആ ലെറ്ററിൽ കാര്യമായിട്ടൊന്നും അവന് റിവീൽ ചെയ്തില്ല, തുറന്ന് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഫാദർ എന്താണ് ആ ഒരു ലെറ്റേഴ്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത് അല്ലേ. മദർ എന്ന് പറഞ്ഞത് എന്താണ്? സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മദർ അല്ലേ. ഷീ ലവ്സ് ഹെർ സൺ, എന്താണ് അവൾക്ക് അവളുടെ ആ മകനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ. മദർ ഈസ് മോർ സെന്റിമെന്റൽ ആൻഡ് മോർ കൺസേൺഡ്, ക്വൈറ്റ് effusive in her love for her son. If she who writes back to the son that she appreciate his stories and is happy അല്ലേ. അപ്പോൾ അവന് അമ്മ ഹാപ്പി ആയിരുന്നു ആ ഒരു ലെറ്ററൊക്കെ കാണുമ്പോൾ, അതേപോലെ ബുക്സ് കാണുമ്പോൾ. അറ്റ് ദ എൻഡ് എന്താണ്, എൻഡിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഫാദർ ഈസ് പ്രൗഡ് ഓഫ് ഹിസ് സൺസ് അച്ചീവ്മെന്റ് അല്ലേ. അവസാനത്തേക്ക് എത്തുമ്പോൾ എന്താണ്, മകൻ്റെ ആ ഒരു അച്ചീവ്മെന്റിൽ വളരെയധികം പ്രൗഡ് ആയിരിക്കുകയാണ് അല്ലേ ഫാദർ. മിസ്റ്ററി പോർട്രൈറ്റ് നോട്ട് ഓൺലി എ സ്ട്രഗ്ലിംഗ് ഇമിഗ്രൻ്റ്, ഒരു ഇമിഗ്രൻറ്റിൻ്റെ ഒരു സ്ട്രഗിൾ മാത്രമല്ല മിസ്റ്ററി, റോഹിൻടൺ മിസ്റ്ററി പോർട്രേറ്റ് ചെയ്യുന്നത് അല്ലേ, ബട്ട് ഓൾസോ ഓഫ് ദ സ്ട്രഗ്ലിംഗ് റൈറ്റർ, ഒരു സ്ട്രഗ്ലിംഗ് റൈറ്ററിൻ്റെ കാര്യം കൂടിയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇറ്റ് ഈസ് എ ഓട്ടോബയോഗ്രഫിക്കൽ, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉള്ളത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് നരേറ്റീവ് ടെക്നീക്ക്. നരേറ്റീവ് ടെക്നിക്കിൽ എന്താണ്, ഇതെന്നൊരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഫോമിലാണ് ഈ ഒരു സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അതായത് നരേറ്ററിന്റെ സ്റ്റോറി പറയുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നരേറ്റർ ഡിസ്ക്രൈബ്സ് ഹിസ് ലൈഫ് ഇൻ ടൊറാൻഡോ. നരേറ്ററായിട്ട് കേഴ്സി ടൊറാൻഡോയിലുള്ള അവൻ്റെ ജീവിതത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സ്റ്റോറിയാണിത്. റിവോൾവ്സ് അറൌണ്ട് ഹിസ് പ്രസന്റ് ലൈഫ് ആൻഡ് മെമ്മറി ഓഫ് ഹിസ് പാസ്റ്റ്. ഭൂതകാലത്തിലെ ഓർമ്മകളും അതേപോലെയുള്ള ഇപ്പോഴത്തെ ഒരു പ്രസന്റിലുള്ള അവൻ്റെ ജീവിതം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത് അല്ലേ. അതിന് രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറിയാണിത്. സിക്ക് മാൻ ഹിൻസ് ബിൽഡിങ്ങിലുള്ള ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എന്താണ് അവൻ്റെ ആ ഒരു ഗ്രാൻഡ് ഫാദറിലേക്കുള്ള ഒരു റിമൈൻഡ് ചെയ്യാണ് അല്ലേ. ഹീ റിമെമ്പേഴ്സ് ഹിസ് സ്വിമ്മിങ് ഇൻ ചൗബതി സീ. എന്താണ് ആ ഒരു ചൗബതി, അവൻ്റെ ബോംബെയിലുള്ള ചൗബതി സീയിലുള്ള അവൻ്റെ ആ ഒരു നീന്തലിനെ പറ്റിയൊക്കെ അവനെ റിമെമ്പർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സ്റ്റോറി ഇൻ ടൊറാൻഡോ ഈസ് ഇന്റർസെക്റ്റഡ് ബൈ ഹിസ് പാരൻസ് റിയാക്ഷൻ. എന്താണ് അവൻ്റെ ആ ഒരു ടൊറാൻഡോയിലുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു കഥയൊക്കെ എന്താണ് പാരൻസിന്റെ റിയാക്ഷനിലൂടെ എന്താണ് അത് ഇന്റർസെക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ബ്ലെൻഡിങ് സ്ട്രീം ഓഫ് കോൺഷ്യസ് എന്താണ്, ഫ്ലാഷ് ബാക്ക് ടു ഹിസ് ബോംബെ ചൈൽഡ്ഹുഡ്. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റും പ്രസന്റും മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള റൈറ്റിംഗ് ആണ്. അതുകൊണ്ട് എന്താണ് ഫ്ലാഷ് ബാക്ക് ടു ഹിസ് ബോംബെ ചൈൽഡ്ഹുഡ്, ബോംബെയിലുള്ള ആ ഒരു ചൈൽഡ്ഹുഡിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സ്റ്റോറിയിലുണ്ട് അല്ലേ. ഇവിടെ വാട്ടർ സിംബലൈസ് ഫോർ ഫിയർ ആൻഡ് ഇമേർഷൻ. വാട്ടറിനെ എന്താണ് പേടിയും അതേപോലെ ഇമേർഷനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്താണ് വെള്ളമാണ് അല്ലേ. അതൊരു നരേറ്റീവ് ടെക്നിക്. വാട്ടറിനെ അങ്ങനെയൊക്കെ സിംബലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അല്ലേ. ഹൈലൈറ്റ് ദ ഇമിഗ്രൻസ് ഐസൊലേഷൻ ആൻഡ് സെൽഫ് ഡിസ്കവറി. എന്താണ് ഒരു ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരാളെ, നമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് കുടിയേറി താമസിക്കുന്ന ഒരാളുടെ ഐസൊലേഷനും ഒറ്റപ്പെടലിനും അതേപോലെ അവസാന ഭാഗം സ്വയം അവൻ്റെ ആ ഒരു വ്യക്തിത്വം കണ്ടുപിടിക്കുന്നതിനെ പറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് റോഹിൻടൺ മിസ്ട്രിയുടെ സ്വിമ്മിങ് ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. ഇത്രയാണ് നമ്മുടെ 4th യൂണിറ്റിലുള്ളത്, സ്വിമ്മിങ് ലെസൺ ബൈ റോഹിൻടൺ മിസ്ട്രിയിലുള്ള. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ.